പെരുവനം കേരളലക്ഷ്മി സംസ്കൃതം സ്കൂളിന്റെ ശതാബ്ദി സമാപന ആഘോഷം ഈ മാസം 23-ന് നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3-ന് സ്കൂൾ അങ്കണത്തിലാണ് സമാപന ആഘോഷ ചടങ്ങ് നടക്കുക. കാലടി സംസ്കൃതം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ധർമ്മരാജ് അടാട്ട ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചെർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷനാകും. 1954-ൽ കേരളത്തിലെ 2 സംസ്കൃതം സ്കൂളുകളിൽ ഒന്ന് പാലക്കാട് ലക്കിടിയിലേതും മറ്റൊന്ന് പെരുവനം കരയോഗം സ്കൂളുമായിരുന്നു. അക്കാലത്ത് ജില്ലയിലെ ഏക സംസ്കൃതം ഓറിയന്റൽ വിദ്യാലയവുമായിരുന്നു. കൊച്ചി രാജാവിന്റെ സദസ്സിലെ സംസ്കൃത പണ്ഡിതൻ കോച്ചാമ്പള്ളി മഠത്തിൽ രാമൻ നമ്പ്യാരാണ് സ്കൂൾ സ്ഥാപിച്ചത്. 1926 കാലഘട്ടത്തിൽ സംസ്കൃതം പാഠശാലയായിട്ടാണ് സ്കൂൾ ആരംഭിച്ചത്. പെരുവനം കരയോഗം മലയാളം സ്കൂൾ എന്നറിയപ്പെട്ടിരുന്നത് പിന്നീട് അപ്പർ പ്രൈമറി വന്നതോടെ പെരുവനം കരയോഗം സംസ്കൃതം മിഡിൽ സ്കൂളായി മാറി. 1959-ൽ സ്കൂളിന് സർക്കാർ അംഗീകാരം ലഭിക്കുകയും സർക്കാർ എയ്ഡഡ് സംസ്കൃതം ഓറിയന്റൽ സ്കൂളായി മാറുകയും ചെയ്തു. കൃഷിക്കും കൈത്തൊഴിലിനും പ്രാധാന്യം നൽകിയുള്ള വിദ്യാഭ്യാസ രീതിയും ഇവിടെയുണ്ടായിരുന്നു. എഴുത്ത്, വായന, നെയ്ത്ത്, നൂൽക്കൽ, ചർക്ക പഠന ക്ലാസുകളും സ്കൂളിൽ ആദ്യകാലത്ത് നടന്നു. ഭാഷാ പണ്ഡിതരായ NV കൃഷ്ണവാര്യർ, MV കൃഷ്ണവാര്യർ, മേളത്തിൽ പ്രസിദ്ധരായ പെരുവനം നാരായണമാരാർ, അപ്പുമാരാർ, വൈദ്യൻ അനിയന്മാരാർ, ബ്രഹ്മശ്രീ KPC നാരായണൻ ഭട്ടതിരിപ്പാട്, KPC അനുജൻ ഭട്ടതിരിപ്പാട്, പെരുവനം കുട്ടന്മാരാർ, പെരുവനം സതീശന്മാരാർ, ഡോക്ടർ ഭാസ്കരൻ, ശാസ്ത്രകാരൻ ഡോക്ടർ പ്രസാദ്, ബാലസാഹിത്യകാരൻ PK നാരായണൻ നമ്പീശൻ തുടങ്ങിയവർ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. സംസ്കൃത വിദ്യാലയത്തിന്റെ മഹത്വം സ്കൂളിലെ അക്ഷരശ്ലോകം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ കലാനേട്ടവും പല പ്രതിഭകളെയും ഉന്നതിയിലേക്കും നയിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അക്ഷരമുറ്റം എന്ന പേരിൽ സോവനീർ കവർ പ്രകാശനം സാഹിത്യകാരി KR ദർശന നിർവഹിക്കും. പൂർവാധ്യാപകരെ ആദരിക്കൽ, കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും. പ്രധാനാധ്യാപിക ലിനറ്റ് മേരി ജോസ് V, സംഘാടക സമിതി കൺവീനർ K രാമകൃഷ്ണൻ, മനോഹർലാൽ, അബു പാലിയത്ത്, ജയന്തി, മാലിക, രവീന്ദ്രനാഥ് പട്ടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാലടി സംസ്കൃത സർവകലാശാല മുൻ VC ആയ അടാട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം സ്വയം അത് സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ 23-ാം തീയതി ഇവിടെ നമ്മുടെ സമാപന യോഗം നടക്കുകയാണ്. ആ സമാപന യോഗത്തോടനുബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ഒന്ന്, മുൻ അധ്യാപകർ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വട്ടത്തുണ്ടായിരുന്ന പഴയ അധ്യാപകരെ ആദരിക്കുക. അതുപോലെ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ച് പോയി ഉന്നത ശ്രേണിയിലെത്തിയ അല്ലെങ്കിൽ പ്രസിദ്ധരായവരെ ആദരിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അധ്യാപകരായിട്ടുള്ള എന്നെ പഠിപ്പിച്ച അധ്യാപകനായ ശ്രീദാസന്മാരുടെ തൊട്ട് ഉള്ള ആൾക്കാരെ ആദരിക്കുന്ന ഒരു പരിപാടി അതിനോട് അനുബന്ധിച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.